ഗെയിമേഴ്സ് നന്ദു എക്സ്ട്രീമിലേക്ക് സ്വാഗതം. ഓരോ മത്സരവും ഇതിഹാസം സൃഷ്ടിക്കും വിധം കളി തുടങ്ങാം. ഗായ്സ്, അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളെ സെക്കൻഡ് പാർട്ടാണ്. സത്യം പറഞ്ഞ ഒരു തേർഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്, പക്ഷേ അത് ഡിലീറ്റ് ചെയ്തു ഗൈസ്. അതിന് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു. പിന്നെ ഗൈസ്, നമ്മുടെ അജു ഇപ്പോഴും നമ്മളിവിടെ തന്നെ ഉണ്ട്. അഭിമന്യുവിനെയാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ എവിടെ പോയോണ്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ശനിയും ഞായറും നമ്മൾ രാത്രി 7 മണിക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ റെയറായിട്ട് ഏതെങ്കിലുമൊക്കെ ഗെയിമിൽ കയറും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാണുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഐ ആം യുവർ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് ഗെയിമാണ് കളിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന OP ആയിട്ടുള്ള ബ്രെയിൻ റോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. പ്ലേ ഹാർഡ് വിൻ സ്മാർട്ട്. സാധാരണ ഈ ഫോണിൽ ലാഗ് വരാറില്ല. എന്നാലും എനിക്ക് ഡൗട്ട്. സ്റ്റേജ് 3 വിളിച്ചില്ലേ, നമ്മളേക്ക് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണോ സ്റ്റേജ് 3? അതും പോയി. സ്റ്റേജ് 4 20 വിൻസ്. ഐ വിൽ കം ബാക്ക്. പക്ഷേ നമുക്കിവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാടാ. ചുമ്മാ റിസ്ക് എടുക്കണം. എന്നാലും ഒരു സുരക്ഷ ജസ്റ്റ് വെയിറ്റ്. 47. എനിക്കിത് 30. ഞാൻ പോട്ടെ, അതിൻ്റെ പിറകെ ഞാനും പോട്ടെ. 1.93K/s. ഞാൻ ഇതിന് നോക്കുന്നില്ല. എനിക്കാണ് ഇപ്പോഴും എൻ്റെ ബണ്ടർ കിട്ടായിക്കാണ്. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത് ഗൈസ്. ഞാൻ ഗെയിമുകൾക്ക് വേണ്ടി റോബോട്ട് ചിലവാക്കാറില്ല. എന്നിട്ടും ഐ ഡോണ്ട് നോ. കൊണ്ടുപോനെ ജസ്റ്റ് ലെവൽ 55 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 300K കിട്ടും. 300K എടുത്തോണ്ട് പോവാം. ഞാൻ അഭിമന്യുവിനെ കാണാനില്ലാത്തതുകൊണ്ട് അഭി എവിടെയെന്നാണ് ചോദിക്കണം. സജു എനിക്ക് തോന്നുന്നു ഞാൻ പോയപ്പോൾ എൻ്റെ പിറകിൽ വന്നു. ഇതേ നമ്മൾ നിർത്താൻ നമ്മൾ നോക്കിയാലും നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ എന്തില്ലേ സ്ട്രയലിന് എത്ര വേണം? അയ്യോ, അവൻ നല്ല ആവശ്യം ഉണ്ടായിരുന്ന ഫ്രണ്ട് ചത്തിട്ട് അവൻ ചത്തായിരുന്നു. ഇല്ല അവൻ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഇത് പോട്ട് ജ്യൂസ് ഇപ്പം ചത്തേനെ. ചോക്ലേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി മതി, അപ്പം ചാവും. 55 അല്ലേ? ഇത് നമുക്ക് 55 ആക്കാം. റീബർത്ത് വന്നോ? എനിക്ക് പിന്നെ ചെയ്യാം. ഇത് നമുക്ക് ഈ ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യുന്നില്ല നല്ലത്. ഇല്ലെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാം ഗൈസ്. റീബർത്ത് നമ്മൾ 300 എടുത്തിട്ട് ഇവിടെ എത്തി. നമ്മൾ ചത്ത്. ദാജു അഭിമന്യു അബി. നേരത്തെ ഇത് ഈ രൂപത്തിയല്ല ഗായ്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ അറിയാതെ ഇടുന്നതിന് ആൾക്കാരെ എനിക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ ചോദിച്ചാൽ എന്നെ അടിച്ച് കൊല്ലും. ഇഷ്ടമാതിരി ബീബോബോ എന്തൊരു ബീബിനോ അർജൻറ്റീന. പോള അർജൻറ്റീനയും ഐ ഒൺലി ലൈക്ക് പോർച്ചുഗൽ. അങ്ങനെയില്ല നമുക്ക് അങ്ങനെയൊന്നുമില്ല.
അർജൻറ്റീനയെ ഇഷ്ടം തന്നെ, പോർച്ചുഗലിനെ ഇഷ്ടം തന്നെ, ഫ്രാൻസിനെ ഇഷ്ടം തന്നെ, ഇംഗ്ലണ്ടിനെ ഇഷ്ടം തന്നെ, സ്പെയിനിനെ ഇഷ്ടം തന്നെ, എല്ലാവരും ഇഷ്ടം തന്നെ. സംസാരിച്ചിട്ട് കളിക്കുന്നുണ്ട്. അയ്യോ കാമോ കിട്ടുള്ളൂ. നമുക്ക് സമാധാനത്തോടെ പോകാം. അതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇതാവാൻ പറ്റുമോ? നമുക്ക് അങ്ങോട്ട് ചാടാൻ ചത്ത് ടെലിപ്പോർട്ട് ചെയ്യുന്നാലും ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഇതിലെത്തിയില്ലേ? മതി, അതൊക്കെ മതി. നമുക്ക് ഇങ്ങനെ കളിച്ചാലോ? ടെലിപ്പോർട്ട് ചെയ്ത് നമുക്ക് കളിക്കില്ലേ? പോലെ അവൻ എൻ്റെ പിറകിൽ നിന്ന് വന്നേ. നേരത്തെ എനിക്ക് എത്ര ഓക്കെ ആയിരുന്നു. സീക്രട്ട് ലോക്ക് ക്രിയേറ്റർ എന്തൊരു ക്രിയേറ്റർ. ഓക്കെ ഗൈസ്, 40 XP ആണ് സാധനം ചെയ്താണ്. 40 XP എന്ന് പറഞ്ഞ് ചത്ത് ഗൈസ്. മര്യാദയ്ക്ക് ആ 300 എടുത്തുകൊണ്ട് പോയാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഡിസ്കോഡൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഡിസ്കോഡൊന്നും ഇല്ല. ഡിസ്കോഡ് തുടങ്ങണം ഗൈസ്. നമുക്ക് തുടങ്ങാം, പതുക്കെ തുടങ്ങാം. ചത്തുന്ന് തന്നെ ഗൈസ് ഞാൻ വിചാരിച്ച. എനിക്ക് വയ്യ, എനിക്ക് തിരിച്ചാവാൻ വയ്യാലോ. കളി നിർത്താൻ പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കീബോർഡ് എസ്കേപ്പിൻ്റെ വീഡിയോസ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഗൈസ്. ഇനി ഞാൻ കളിക്കില്ല ഗൈസ്. ഞാൻ ചത്ത് മടുത്ത്. ലെവൽ കൂടിയാലും പ്രശ്നം, ലെവൽ കുറഞ്ഞാലും പ്രശ്നം. എന്തിനു പിന്നെ നമുക്ക് കളിക്കണ്ടേ? ഗൈസ് അത് എനിക്ക് എന്തെന്നറിയാം, 2.k കിട്ടിയ അത് മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാനും ട്രിപ്പിൽ കളിക്കാം. ഞാൻ റീബർത്ത് ഐ വിൽ റീബർത്ത് ഓർഡർ അടിക്കാൻ ആൾക്കൊള്ളു. അതൊരു ചെയ്യുന്നില്ല, പേടിക്കൊന്നുമില്ല. കണ്ട ഇതൊക്കെ എത്ര നമ്മൾ സിമ്പിളായിട്ടാവും. ഇതൊന്ന് ഗ്രൈൻഡ് നമുക്ക് ഗ്രൈൻഡ്. പക്ഷെ അതൊരു കൊച്ച് ഞാൻ അവൻ്റെ അടുത്ത് പോയി നിർത്താന്ന് ചോദിച്ചിട്ടാണ് അവ ഓക്കെ എന്ന് പറയാൻ ഞാൻ നിർത്തും ഗൈസ്. ഇങ്ങനെ നമ്മൾ അടുത്ത ഏതി കയറാം. ഓക്കെ നമ്മൾ ഓൾറെഡി ഒന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ അഭിയൊന്നും വിചാരിക്കുക ഉമ്മരെന്തൊരു കളിക്കും. നോ ഗ്രിഡോ അതെന്തൊരു സാധനം? ഗ്രിഡൊന്ന് ഗ്രൈൻഡൊന്ന് അതിനാണ് ചെറുക്കൻ ഇംഗ്ലീഷ് അറിഞ്ഞത്. എനിക്കറിഞ്ഞൂടാ. അതെ എനിക്കറിയാം. നിങ്ങളൊക്കെ വിചാരിക്കും അപ്പം നിനക്കെല്ലാം അറിയാമില്ലേ? എനിക്കൊന്നും അറിയില്ല. കുറച്ചൊക്കെ അറിയാം, സംസാരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. അടുത്ത ഇവിടെ ഇട്ട് പോട്ടെ. ട്രോഫികളൊന്നും ഇല്ല. മര്യാദയ്ക്ക് 300 എടുത്തുകൊണ്ട് പോയാൽ മതി. ഞാൻ പൊട്ടൻ തന്നെ കേസ്. അവൻ ചത്തേ അതെനിക്കറിയാം, കാരണം അവൻ നടുക്കൂടെ പോയി പൊട്ടാൻ. ഇല്ല ചത്തില്ല. പൊട്ടണ്ട ലോക പൊട്ടൻ ഗൈസ്. വരൂ ഗൈസ്, ഞാൻ ഇനി ഒന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കളിക്കാം. ചത്തിനെങ്കിലും എന്ത് സീനൊന്നും ഇല്ല കേട്ടോ. ചത്തിനെങ്കിലും യോമാരിലും ഇവിടെ ഇരുന്ന് ഒടുക്കത്തെ ഗ്രൈൻഡ്. നന്ദു അവാട എന്തിന് നന്ദു അവാട വാട്ട് എന്തിനാണ് സിടക്കെന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. അജു പോണ നോക്ക്. കിട്ടി നമ്മളിങ്ങനെ ചത്ത്. എനിക്കറിയാം എത്രയായി? 48.
ഓക്കെ 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 ഗൈസ് അജുവിനൊന്നും കാണാനില്ല. എനിക്ക് തോന്നണം അവന്മാർ ഇപ്പോഴും ഓടിയിരുന്നു. ഗ്രേയും 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 ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇനി വീഡിയോ ഒന്നും വരില്ല, കാരണം എനിക്കിത് കളിച്ച് മടുത്ത്. അപ്പോൾ ഗൈസ്, പ്ലേ ഹാർഡ് വിൻ സ്മാർട്ട്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.